നമസ്കാരം. കൊമേഴ്സ് ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാർവതി മിത്രലാൽ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് ആണ്. ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ആദ്യം നമുക്ക് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Liquidation or winding up is a legal term and refers to the procedure through which the affairs of the company are wound up by law. Liquidation or winding up ഇതിൽ പറയുന്നത് ഒരു കമ്പനി അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ്. അതൊരു ലീഗൽ ടേം ആണ്. ലിക്വിഡേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ലിക്വിഡേഷൻ ഈസ് എ പ്രോസസ് whereby its life is entered and property is administered for the benefit of creditors and members, and an administrator called a liquidator is appointed, and he takes the control of the company, collect its assets and pays its debts, and finally distribute any surplus among the members according with their right. അപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതൊരു പ്രോസസ്സാണ്. ഒരു കമ്പനി അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ലിക്വിഡേഷനെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ലൈഫ് ഈസ് എൻഡേർഡ്, കമ്പനിയുടെ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് പ്രോപ്പർട്ടി ഈസ് അഡ്മിനിസ്റ്റേർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. ഈ കമ്പനിയുടെ പ്രോപ്പർട്ടി, കമ്പനിയുടെ അസറ്റ്സ് ആർക്കുള്ളതാണ്? കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും ഉള്ളതാണ്. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. അവർ അതിനുവേണ്ടി ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ലിക്വിഡേറ്ററാണ് അവരുടെ പ്രോപ്പർട്ടി അസറ്റ്സ് എല്ലാം സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ക്രെഡിറ്റേഴ്സിനും അവരുടെ മെമ്പേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് അതാണ്. ഹി ടേക്സ് കൺട്രോൾ ഓഫ് ദി കമ്പനി, കളക്ട് ഇറ്റ് അസറ്റ്സ് ആൻഡ് പേയ്സ് ഇറ്റ്സ് ഡെബ്റ്റ്സ്. അതായത് കമ്പനിയുടെ കൺട്രോൾ ഇനി ആർക്കായിരിക്കും? ലിക്വിഡേറ്റർക്കായിരിക്കും. ലിക്വിഡേറ്റർ അസറ്റ്സ് എല്ലാം കളക്ട് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആദ്യം ഫസ്റ്റ് അവർ പേ ചെയ്യുന്നത് അവരുടെ ക്രെഡിറ്റേഴ്സിനായിരിക്കും, അവരുടെ ഡെബ്റ്റ്, ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട് എനി സർപ്ലസ് എമംഗ് ദി മെമ്പേഴ്സ് അക്കോർഡിംഗ് വിത്ത് ദെയർ റൈറ്റ്. ബാക്കി സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാർക്കാണ്? കമ്പനിയുടെ മെമ്പേഴ്സിന് അവരുടെ റൈറ്റിനനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ലിക്വിഡേഷൻ്റെ പ്രോസസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. നമ്മൾ പറഞ്ഞു കമ്പനി ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സെല്ലിംഗ് ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സ്, കമ്പനിയുടെ ഫുൾ കൺട്രോൾ ഇനി ആർക്കായിരിക്കും? ലിക്വിഡേറ്റർക്കായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലിക്വിഡേറ്റർ എന്താ ചെയ്യുക? സെല്ലിംഗ് ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സ് എല്ലാം സെയിൽ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. അസറ്റ്സ് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് കിട്ടും അല്ലേ? ഈ ക്യാഷ് ഫസ്റ്റ് എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് തീർക്കാനാണ് ഫസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുക. ഇഫ് ഡെഫിഷ്യൻസി, പക്ഷേ സെല്ലിംഗ് ദി അസറ്റ്സ് സെയിൽ ചെയ്തിട്ടും അവർക്ക് ലയബിലിറ്റീസ് പേ ചെയ്യാൻ വേണ്ടി ആ ക്യാഷ് തികയുന്നില്ലെങ്കിൽ അപ്പോഴാണ് അവിടെ ഡെഫിഷ്യൻസി വരിക അല്ലേ? ഇഫ് ഡെഫിഷ്യൻസി, ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് അപ്പോൺ ടു പേ ദി അൺപെയ്ഡ് എമൗണ്ട്. ബാക്കി എന്നിട്ടും തികയുന്നില്ലെങ്കിൽ ആരാണ് പേ ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനോട് ബാക്കി എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പറയണം. നെക്സ്റ്റ് പറയുന്നത് ഇഫ് സർപ്ലസ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കോൺട്രിബ്യൂട്ടറീസ്. അപ്പോൾ ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ, അതായത് സർപ്ലസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കോൺട്രിബ്യൂട്ടറീസ്. അത് കോൺട്രിബ്യൂട്ടറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കോൺട്രിബ്യൂട്ടറീസ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് രജിസ്ട്രാർ ഓഫ് ദി കമ്പനീസ് റിമൂവ് ദി നെയിം ഓഫ് ദി കമ്പനി. ലാസ്റ്റ് കമ്പനിയുടെ ലൈഫ് അവിടെ എൻഡായി അല്ലേ? അപ്പോൾ കമ്പനിയുടെ നെയിം അവരുടെ രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്ററിൽ പറയുന്നത് സെല്ലിംഗ് ദി അസറ്റ്സ്, പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. അതിൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് അപ്പോൺ ടു പേ ദി അൺപെയ്ഡ് എമൗണ്ട്. ഇഫ് സർപ്ലസ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കോൺട്രിബ്യൂട്ടറീസ്. ആൻഡ് ഫൈനലി രജിസ്ട്രാർ ഓഫ് ദി കമ്പനി റിമൂവ് ദി നെയിം ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള കമ്പനിക്കും സോൾവൻ്റ് ആയിട്ടുള്ള കമ്പനിക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. ഇൻസോൾവൻസിയും ലിക്വിഡേഷനും രണ്ടും
സെയിം അല്ല, അതിന് ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസോൾവൻസി ആൻഡ് ലിക്വിഡേഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നത് അപ്ലിക്കബിലിറ്റി ആണ്. ഇൻസോൾവൻസി ഏതൊക്കെ കമ്പനികൾക്കാണ് അപ്ലിക്കബിൾ, ലിക്വിഡേഷൻ ഏത് കമ്പനിക്കാണ് അപ്ലിക്കബിൾ. ഇൻസോൾവൻസി ഇൻഡിവിജ്വൽ, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഇത്രയും സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇൻസോൾവൻസി അപ്ലിക്കബിൾ ആവുന്നത്. അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ലിക്വിഡേഷൻ ആണ് വരിക. നെക്സ്റ്റ് ഗവേൺഡ് ബൈ. ഇൻസോൾവൻസി ഈസ് ഗവേൺഡ് ബൈ ഇൻസോൾവൻസി ആക്ട് ആൻഡ് ലിക്വിഡേഷൻ ഈസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട്. ഇത്രയുമാണ് ഇൻസോൾവൻസിയും ലിക്വിഡേഷനും തമ്മിലുള്ള ഡിഫറൻസസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർ ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ പലതരത്തിൽ ചെയ്യാം. ആകെ ടു മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണുള്ളത്. മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഫസ്റ്റ് വൺ ഈസ് by the tribunal and second one voluntary winding up. അപ്പോൾ ട്രൈബ്യൂണൽ, കോടതി വിധി പ്രകാരം വൈൻഡിങ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് സ്വമേധയാ വോളണ്ടറിലി വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് എ കമ്പനി മേ ബി വൗണ്ട് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. അത് പറയുന്നത് ട്രൈബ്യൂണൽ, കോടതി നിർദ്ദേശാനുസരണം കമ്പനി ഏതൊക്കെ സാഹചര്യത്തിലാണ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അൺഏബിൾ ടു പേ ഡെപ്റ്റ്സ്. കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നും കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല. കമ്പനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, പക്ഷെ ബാധ്യതകളൊന്നും തീർക്കാൻ കമ്പനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ട്രൈബ്യൂണൽ കമ്പനിയോട് വൈൻഡ് അപ്പ് ചെയ്യാൻ ഓർഡർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ദി കമ്പനി ഹാസ് റിസോൾവ് be wound up by the tribunal. അതിൽ പറയുന്നത് കമ്പനിക്ക് സ്വയം തീരുമാനിക്കുകയാണ്. കമ്പനി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശാനുസരണം വൈൻഡ് അപ്പ് ചെയ്യാണ് നല്ലതെന്ന് കമ്പനിക്ക് തന്നെ തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസല്യൂഷൻ പാസ് ചെയ്താൽ ട്രൈബ്യൂണൽ കമ്പനിയോട് അടച്ചുപൂട്ടാൻ വേണ്ടി ഉത്തരവിടും. നെക്സ്റ്റ് പറയുന്നത് കമ്പനി ഹാസ് ആക്റ്റഡ് അഗെയിൻസ്റ്റ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. കമ്പനി ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഒക്കെ എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യക്ക് നല്ല ഡീസൻസി മൊറാലിറ്റിക്കൊക്കെ എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല ഇന്ത്യക്ക് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രോഡുലന്റ് മാനർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി കമ്പനിയോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറയും. നെക്സ്റ്റ് പറയുന്നത് ട്രൈബ്യൂണൽ ഹാസ് ഓർഡേർഡ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ട്രൈബ്യൂണൽ ഓർഡർ ചെയ്യാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന്. അത് ചാപ്റ്റർ 19 അനുസരിച്ചിട്ടാണ് പറയുന്നത്. കമ്പനീസ് ആക്ടിൽ ചാപ്റ്റർ 19. ചാപ്റ്റർ 19 പറയുന്നത് റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റ്സിൻ്റെ ആണ്. അപ്പോൾ സിക്ക് കമ്പനീസ് ആണെങ്കിൽ അവരുടെ റിഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ ഉത്തരവിടുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ ദിസ് ആക്ട് ക്യാൻ മെയ്ഡ് ആൻ അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ. അതിൽ പറയുന്നത് രജിസ്ട്രാർ, കമ്പനിയുടെ രജിസ്ട്രാർക്കോ അതോ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത എനി പേഴ്സൺസിനോ ട്രൈബ്യൂണലിന് അപ്ലിക്കേഷൻ കൊടുക്കാം ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്ലിക്കേഷൻ കിട്ടിയ ഉടൻ തന്നെ ട്രൈബ്യൂണൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഉത്തരവിടില്ല. കമ്പനിയുടെ അഭിപ്രായത്തിൽ ഈ കമ്പനിയുടെ എന്തെങ്കിലും അഫയേഴ്സൊക്കെ ഫ്രോഡുലന്റ് മാനറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കമ്പനി ഫോം ചെയ്തത് എന്തെങ്കിലും ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള ആരെങ്കിലും ഗിൽറ്റി ആയിട്ടുള്ള ഫ്രോഡായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും കമ്പനി ട്രൈബ്യൂണലിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ട്രൈബ്യൂണൽ വൈൻഡ് അപ്പിന് ഓർഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺ. കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആനുവൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യണം. കമ്പനി രജിസ്ട്രാർക്കാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവർക്ക് രജിസ്ട്രാർക്ക് അത് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കഴിഞ്ഞ 5 വർഷമായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈബ്യൂണൽ ഓർഡർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദി കമ്പനി ഷുഡ് വൗണ്ട് അപ്പ്. അതായത് ട്രൈബ്യൂണലിൻ്റെ അഭിപ്രായത്തിൽ കമ്പനി തുടർന്നു കൊണ്ട് പോവാത്തതാണ്, കമ്പനി ഏറ്റവും ലിക്വിഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നീതിപൂർവം എന്ന് തോന്നുവാണെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടും. ഇത്രയൊക്കെയാണ് സർക്യൂംസ്റ്റൻസസ് ഇൻ വിച്ച് എ കമ്പനി മേ ബി വൗണ്ട് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. നെക്സ്റ്റ് പറയുന്നത് പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ള ഒരു പെറ്റീഷൻ ആർക്കൊക്കെ കൊടുക്കാം എന്നാണ് പറയുന്നത്. പെറ്റീഷൻ for what can be made the company, കമ്പനിക്ക് തന്നെ കൊടുക്കാം.
നെക്സ്റ്റ് പറയുന്നത് എനി കോൺട്രിബ്യൂട്ടറി, ഏത് കോൺട്രിബ്യൂട്ടറിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഇത് രജിസ്ട്രാർക്ക് കൊടുക്കാം, എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓൺ ബിഹാഫ്. നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും പേഴ്സൺസിന് കമ്പനി വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള ഒരു പെറ്റീഷൻ ട്രൈബ്യൂണലിന് കൊടുക്കാം. കമ്പനിക്ക് കൊടുക്കാം, കോൺട്രിബ്യൂട്ടറിക്ക് കൊടുക്കാം, രജിസ്ട്രാർക്ക് കൊടുക്കാം, കമ്പനി പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും പേഴ്സൺസിന് പെറ്റീഷൻ ട്രൈബ്യൂണലിന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കോൺട്രിബ്യൂട്ടറി എന്നുള്ള ടേം കുറേ നേരമായി യൂസ് ചെയ്യുന്നു അല്ലെ. കോൺട്രിബ്യൂട്ടറി എന്താണെന്ന് നോക്കാം. Every person liable to contribute to the assets of the company in the event of wound up and include holders of fully paid up shares and also any person alleged to be contributory. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ കമ്പനിയുടെ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിൾ ആയ എല്ലാ പേഴ്സൺസിനെയുമാണ് കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഷെയർ ഹോൾഡേഴ്സും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സും ഈ കോൺട്രിബ്യൂട്ടറിയിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആണ്. ദർ ആർ 2 ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്, ലിസ്റ്റ് എ ആൻഡ് ലിസ്റ്റ് ബി. ഫസ്റ്റ് ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രസന്റ് മെമ്പേഴ്സ് ആണ്. കമ്പനിയുടെ പ്രസന്റ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. They are liable to contribute unpaid amount on shares. അവരുടെ ലൈബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എത്ര എമൗണ്ട് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അവർ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ആണ് പേ ചെയ്യേണ്ടത്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ് ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് പ്രസന്റ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസ് ആണ്. ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ പാസ്റ്റ് മെമ്പേഴ്സ് ആണ്. പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവർ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ 1 വർഷത്തിനുള്ളിൽ അവർ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. Their liability is limited to those debt of the company were in existence at the time when they ceased to be members of the company. അവർ മെമ്പർ ആയിരുന്ന സമയം വരെയുള്ള ലയബിലിറ്റി മാത്രമേ അവർ, ഇപ്പോൾ കമ്പനി ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് കമ്പനിയുടെ ലയബിലിറ്റീസ് പേ ചെയ്യാൻ വേണ്ടി റെഡി ആയില്ലെങ്കിലാണ് കമ്പനി ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീനെ കോൾ ചെയ്യുന്നത്. ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസ് അവർ ഫുൾ ലയബിലിറ്റീസ് അവർ സെറ്റിൽ ചെയ്യാൻ ബാധ്യസ്ഥരല്ല. അവർ ഏത് ഡേറ്റ് വരെയാണോ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരുന്നത് ആ ഡേറ്റ് വരെയുള്ള ലയബിലിറ്റീസിനെ അവർ ബാധ്യസ്ഥരായിട്ടുള്ളൂ. അവരും if the liability of shareholders is limited by share, അവരുടെ liability limited by share ആണെങ്കിൽ his liability is limited to unpaid amount മാത്രം അവർ പേ ചെയ്താൽ മതി. And if it is limited by guarantee, they are liable to pay guaranteed amount. guaranteed ആണെങ്കിൽ guaranteed amount മാത്രം അവർ പേ ചെയ്താൽ മതി. ഇത്രയുമാണ് ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസും ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസും പറയാനുള്ളത്. ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ പ്രസന്റ് മെമ്പേഴ്സ് ആണ്, അവരിപ്പോഴും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ലിസ്റ്റ് ബി കോൺട്രിബ്യൂട്ടറീസ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ 1 വർഷത്തിനുള്ളിൽ അവർ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഓർഡർ ഓഫ് പേയ്മെന്റ് ആണ്. അതിൽ പറയുന്നത് ഇപ്പോൾ അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ടും പിന്നെ കോൺട്രിബ്യൂട്ടറീസ് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടും ലിക്വിഡേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഓർഡറാണ് ഈ ഓർഡർ ഓഫ് പേയ്മെൻറ്റിൽ പറയുന്നത്. ഫസ്റ്റ് ഇത് ഡിസ്ട്രിബ്യൂട്ടർ ടു ദി എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻക്ലൂഡിങ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. അത് വൈൻഡിങ് അപ്പിൻ്റെ എക്സ്പെൻസസിനും ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ പേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് ആണ് ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ്. ഫ്ലോട്ടിംഗ് ചാർജിൽ ഉള്ള ക്രെഡിറ്റേഴ്സിനാണ് നെക്സ്റ്റ് പേ ചെയ്യുന്നത്. തേർഡ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യും. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയും. നെക്സ്റ്റ് ഫോർത്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്. ഫിഫ്ത്ത് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ടറീസിനും പേ ചെയ്യും.
ഓർഡർ ഓഫ് പേയ്മെന്റിൽ പറയുന്നത് അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ടും കോൺട്രിബ്യൂട്ടറീസിന്റെ കോൺട്രിബ്യൂഷനും കൂടിയിട്ട് ഈ ലിക്വിഡേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഓർഡർ ആണ് ഓർഡർ ഓഫ് പേയ്മെന്റിൽ പറയുന്നത്. ഫസ്റ്റ് എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പിനും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിന് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ്. തേർഡ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഫോർത്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ബാലൻസ് ഇഫ് എനി പെയ്ഡ് ടു കോൺട്രിബ്യൂട്ടറീസ്. ഇങ്ങനെയാണ് ഓർഡർ ഓഫ് പേയ്മെന്റ് വരുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഓർഡർ ഒക്കെ ആവശ്യമുള്ളതാണ്. പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പേയ്മെന്റ് വരുന്നതെന്ന്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ഓൾ റവന്യൂസ് ടാക്സസ് സെസ് ആൻഡ് റേറ്റ്സ് പേയബിൾ ബൈ ദി കമ്പനി വിത്തിൻ 12 months ബിഫോർ ദി വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള റവന്യൂ ടാക്സസ് സെസ് റേറ്റ്സ് അതൊക്കെയാണ് ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വേജസ് ഓർ സാലറീസ് ഡ്യൂ ഫോർ എ പീരീഡ് വിത്തിൻ ദി സെറ്റ് 12 months. അത് ആ 12 months കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള 12 monthsന്റെ വേജസും സാലറീസും ഡ്യൂ ആയിട്ടുള്ളത്. അതിൽ കമ്മീഷൻ ഏൺഡും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതിൽ മാക്സിമം എമൗണ്ട് പറയുന്നത് 20,000 ആണ്. പക്ഷേ ഇതിൽ സാലറിയിൽ ഓഫീസർക്ക്, അതായത് ഡയറക്ടർക്കോ മാനേജർക്കോ സെക്രട്ടറിക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ബ്രാഞ്ച് മാനേജർക്ക് അങ്ങനെയുള്ള സാലറീസ് ഒന്നും പ്രിഫറൻഷ്യൽ അല്ല. അല്ലാതെയുള്ള സാലറീസ് മാത്രമേ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് all accrued holding remuneration, and fourth all sums due as compensation under Workmen Compensation Act 1923. Workmen Compensation Actൽ കോമ്പൻസേഷൻ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിനും പ്രിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് all sums due to employee പ്രൊവിഡന്റ് ഫണ്ട് ഓർ എനി അതർ ഫണ്ട് ഫോർ ദി വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, അതായത് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവും, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടിന് ഉള്ള എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്. Expenses of any investigation held under section 213 or 216 in so far as they are payable by the company. Expenses of investigation under section 213 or 216 payable by the company ആണെങ്കിൽ അതിനും പ്രിഫറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റവന്യൂ ടാക്സസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വിത്തിൻ 12 months ആണോ എന്ന് നോക്കണം, വൈൻഡിങ് അപ്പിന് മുമ്പ്. വേജസും സാലറീസും വിത്തിൻ ദി 12 months, അതിൽ മാക്സിമം 20,000 ആണ് മാക്സിമം പ്രിഫറൻസ് കിട്ടുന്നത്. പിന്നെ എന്തുകൂടി നോക്കണം, അതിൽ സാലറീസ് എന്ന് കാണുമ്പോൾ സാലറീസ് ഡയറക്ടേഴ്സിൻ്റെ അങ്ങനെയുള്ള അസിസ്റ്റന്റ് മാനേജറുടെ അങ്ങനെയുള്ള സാലറീസിനൊന്നും പ്രിഫറൻസ് ഇല്ല. ബാക്കി എംപ്ലോയീസിൻ്റെ സാലറീസിന് മാത്രമേ അതിൽ പ്രിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്നത്. താങ്ക് യു.